വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് അപ്റ്റൺ പാർക്കിലാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? അപ്റ്റൺ പാർക്കിലെ ചായക്കട. അപ്റ്റൺ പാർക്കിൽ പുതിയൊരു ചായക്കട വന്നിട്ടുണ്ട്. നമ്മുടെ കേരളത്തിൽ ഫുഡൊക്കെ കിട്ടുന്നത്. അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഈവനിങ് ആണ് ഇറങ്ങിയിട്ടുള്ളത്. ചെറിയ മഴച്ചാറലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്പീഡ് നടക്കാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ അപ്റ്റൺ പാർക്കിൽ ഇറങ്ങിയിട്ട് നമ്മളിങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ അപ്റ്റൺ പാർക്കിൽ നിന്ന് ഒരു 12 മിനിറ്റോളം പോകാനുണ്ട് സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് കേട്ടോ. നമുക്ക് അപ്റ്റൺ പാർക്ക് അടുത്താണ്. അതായത് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നൊരു അരമണിക്കൂറൊന്നും വേണ്ട കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പോൾ അതാ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറേ സ്റ്റെപ്പൊക്കെ കയറാനുണ്ട്. ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ അപ്റ്റൺ പാർക്ക് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്റ്റൺ പാർക്ക്. ലൈക്ക് നമ്മൾ ഇന്ത്യ പോലെ തന്നെയാണ് കേട്ടോ കാണുമ്പോൾ. അപ്പോൾ ഇതാ ഇവിടെ കൂടുതലും പാകിസ്ഥാനികൾ, ബംഗ്ലാദേശൊക്കെയാണ്, അവരാണ് താമസിക്കുന്നത് ഇവിടെ. പിന്നെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. വെജിറ്റബിൾസും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ നാളെ ഒരു വീഡിയോയിൽ കാണിച്ചില്ലേ ചക്കൊക്കെ, അത് ഇവിടാണ് കേട്ടോ. എത്താനായോ? തോന്നുന്നുണ്ട്. നോക്കട്ടെ, ഗൂഗിൾ മാപ്പിനോട് ചോദിക്കാനോ. അപ്പോൾ നമ്മളവിടെ പോയിട്ട് ഷവർമ കഴിക്കും കേട്ടോ. കുറേ കാലത്തിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഷവർമ എവിടുന്നാ കഴിച്ചത്? തുർക്കിഷ് ലബനീസ് ഒക്കെ. ഇത് നമ്മള് റുമാലി റൊട്ടിയാണ്. കേരള സ്റ്റൈൽ ഷവർമ നമ്മൾ കഴിച്ചിട്ടില്ല അല്ലേ? കൈ കടയിന്ന് അവിടെ എത്തിയിട്ട് എടുക്കാൻ അത് വാങ്ങണം നമുക്കൊരു. ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പോ എന്റെ സെൽഫി സ്റ്റിക്കും കാര്യങ്ങളും ട്രൈപോഡൊന്നും കൊണ്ടുവന്നില്ല. കൈ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് ബാക്കി അവിടെ പോയിട്ട്. അപ്പം നമ്മളങ്ങനെ ചായക്കടൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അതാ കാണുന്നതാണ് ചായക്കട. ഇവിടുന്ന് നോക്കുമ്പോൾ അധികം വലുതായിട്ടൊന്നും ബോർഡൊന്നും കാണുന്നൊന്നുമില്ല. ഇനി എനിക്ക് കാണാത്തതാണോന്ന് അറിയില്ല കേട്ടോ. കണ്ട പകുതിയാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത് ക്ലോസ് ആയിട്ടുണ്ടെന്ന്, പക്ഷെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നില്ല. അകത്ത് ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഉള്ളിലത്തെ ഒരു ആംബിയൻസ് വന്നിട്ട് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഇവർക്ക് അടിയിലും അടിവശത്ത് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല, നമ്മൾ കയറിയ സ്ഥലത്ത് തന്നെ ഇരുന്നു. പിന്നെ ഇവിടെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ട്, പഴംപൊരി അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്, എഗ് ബജി. പിന്നെ ഇതാണ് ഇവരുടെ മെനു. അപ്പോൾ മെനുവിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുറേയൊന്നും എനിക്ക് പറയാൻ പറ്റില്ല, നിങ്ങൾ നോക്കിക്കോട്ടെ വീഡിയോയിൽ. കുറേ പൊറോട്ടയിൽ തന്നെ കുറേ വെറൈറ്റി പൊറോട്ട കൊടുത്തിട്ടുണ്ട്. കിഴി പൊറോട്ട, പൊതി പൊറോട്ട, അങ്ങനെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ട്. പിന്നെ മന്തി അങ്ങനെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ പാൽക്കപ്പൊക്കെയാണ് ഇവിടുത്തെ എന്താ പറയുക സിഗ്നേച്ചറായിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പം പാൽക്കപ്പ് ഞങ്ങളൊന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഷവർമ എന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ ഷവർമ പുറത്തൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ഡൗട്ട്. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കിച്ചണിൽ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നാണ്. നമ്മുടെ നാട്ടിലത്തെ പോലെ പുറത്തൊന്നും കാണാനൊന്നുമില്ല. അപ്പോൾ ഇത് ഷവർമ ഓർഡർ ചെയ്തിട്ട് ഷവർമ എത്തിയിട്ടുണ്ട്. ചൂടുണ്ടോ? തീരെ ചൂടില്ലേ? ചൂടുണ്ട്.
കുഴപ്പമില്ല. ചായ അല്ല. പിന്നെ നമ്മളൊരു മന്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൽഫാം മന്തി. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? കുഴപ്പമില്ല, ടേസ്റ്റ് ഉണ്ട്. പറയുന്നു കഴിക്കണ വെക്കണമെന്നില്ല. You always stay and wait till you can come in and come in. Didn't tell me you finished that. ഇതിന്റെ പേര് നിധി പൊറോട്ട. പൊതി പൊറോട്ടയിലാണ്. ഓ, എന്തൊക്കെ ഉണ്ട് ഇതിൽ? ബീഫ്, നല്ല ബീഫ് ആവുന്നുണ്ട് കേട്ടോ. വിളിച്ച് എന്നുണ്ട്? എന്നുണ്ട് ജൂലിയ? എങ്ങനെയുണ്ട്? നാട്ടിൽ കഴിക്കുന്ന ഫീലിംഗ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ നമ്മൾ കഴിച്ചത്. ചായ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ഒത്ത മധുരവും കടുപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മന്തി വന്നിട്ട് ഒരു ഏവറേജ് ടേസ്റ്റ് ആയിരുന്നു. മന്തിൻ്റെ കൂടെ ഒരു മയോണൈസ് വരുമ്പോൾ കുഴപ്പമില്ലാത്തൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മയോണൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു ഏവറേജ് ടേസ്റ്റ് എന്ന് പറയാം മന്തി. പിന്നെ ഷവർമ്മ അതുപോലെ തന്നെ ഒരു ഏവറേജ് ടേസ്റ്റാണ്. റുമാലി റൊട്ടിയിൽ വരുന്ന ഷവർമ്മ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്കത്ര തന്നെ ഇഷ്ടമായില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ പറഞ്ഞത്. ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ കഴിച്ചിട്ടുള്ളത് പൊതിപ്പൊറാട്ട നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിലുള്ള പൊറാട്ട അടിച്ചിട്ടൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. കൂടുതൽ ടേസ്റ്റ് ആ കറിക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയായിരുന്നു. കറിൻ്റെ ടേസ്റ്റ് കൊണ്ട് നമ്മൾ ഒരു കറിയും കൂടി പാർസൽ പറഞ്ഞു കേട്ടോ. വീട്ടിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ചോറിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിരുന്നു ആ കറി. അപ്പം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കഴിച്ചത്. പിന്നെ ഇവിടെ ഒരുപാട് ഇതുണ്ട് കേട്ടോ. ആവോലി ഫ്രൈ മസാല പ്ലസ് അപ്പം, അതൊക്കെ ഇവിടുത്തെ സ്പെഷ്യലാണ്. പിന്നെ എന്താ പറയുക, പാൽക്കപ്പ, ഇതൊക്കെ ഇവരുടെ ഒരു സ്പെഷ്യലാന്ന് പറയുന്നുണ്ട്. നമ്മൾ നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കഴിച്ചത്. നമ്മൾ കഴിച്ച് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേനും അതാ ഇവിടെ നല്ല മഴയൊക്കെ പെയ്തു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ ട്രെയിനിൽ വന്ന് നമ്മൾ ടാക്സിക്കാണ് പോകുന്നത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.